അസ്കിയ പാട്ടാവിഷ്കാരം അവസാന ഭാഗം ഭാഗം 7. രചനയും അവതരണവും മമ്മൂട്ടി കട്ടയാട്. ഉച്ചയുറക്കം. ഉച്ചയ്ക്കു മുമ്പൽപ്പം ഉറങ്ങിക്കോളൂ, ഉച്ചയ്ക്കു നിസ്കാരത്തിനെഴുന്നേറ്റോളൂ. ലുഹുറെന്ന നിസ്കാരം ജമാഅത്തായി, ലുഹുറിൻ്റെ മുമ്പും ശേഷവും പതിവായി. നീ നിസ്കരിക്കൂ ഫർളുകൾ സുന്നത്തുകൾ, പിന്നീട് നോക്കുപജീവനത്തിനു ജോലികൾ. വിദ്യാർത്ഥികൾ പഠനത്തിലേർപ്പെട്ടിടണം, ഭക്തർ നമസ്കാരത്തിലോത്തിൽ മുഴുകണം. ദിക്റും ദുആയും കൊണ്ട് ധന്യത നേടണം, തഹ്ലീലുകൾ ഉരുവിട്ടു പുണ്യം തേടണം. സന്ധ്യക്കുറങ്ങുന്നേരമായിടും വരെ സാധിക്കണം ഇവ ശീലമായി തീരും വരെ. നവവി ഇമാമിൻ്റെ കിതാബത് കാറ് നോക്കിപ്പടിച്ചമൽ ചെയ്യണം, അത് ഖൈറ്. കിടന്നിട്ടുറക്കിനെ മാടി നീ വിളിക്കേണ്ട, എടുക്കേണമേ ഒളു ദിക്റുകൾ മറക്കണ്ട. പ്രിയപത്നിമാരെ തൊട്ടുരുമ്മിയുറങ്ങിയാൽ പ്രശ്നങ്ങളില്ലതു ശുദ്ധി തന്നെ കൂലിയാൽ. തഹജ്ജുദ് നിസ്കാരം. എഴുന്നേൽക്കണം നീ പാതിരാ നേരത്ത്, തൊഴുതിടണം തഹജ്ജുദ് എന്ന സ്വലാത്ത്. പശ്ചാത്തപിക്കൂ തൂകണം നിന്നശ്രുവും, പ്രാർത്ഥിക്കണം വിശ്വാസികൾക്കായി മൊത്തവും. 2 റക്അത്തായി നീ നിസ്കാരം, ഇരവിൽ തുടർന്നാൽ ഒടുവിലാക്കും ഭാരം. നിധിയായി മാറും നാളെയപ്പരലോകമിൽ, പതിവാക്കണം അവ ഇരുളുമുറ്റിയ രാത്രിയിൽ. തറവാടുബന്ധം ഒന്നുമേ ഫലിക്കാത്ത, പരലോകമിൽ നിധി വേണമിതുപോലോത്ത. അതുകൊണ്ട് നീയും തുടരണം ഈ ഉദ്യമം, ഇതുപോലെ ചെയ്യൂ നിത്യവും പുതുകർമ്മം. ഇഹലോകമിൽ നീ കൂടുതൽ ഇടപഴകിയാൽ, തഹജ്ജുദ് എന്നതു നഷ്ടമാകും ആകയാൽ. കുറയ്ക്കണമെന്നും ലോകവൃത്താന്തങ്ങൾ, കളിയും തമാശ മറ്റനാവശ്യങ്ങൾ. അതുപോലെ കഠിനം ജോലികൾ ചെയ്താലും, പൊതുവിൽ പ്രയാസം പള്ള ഫുള്ളായാലും. നിത്യം വുളു ഉണ്ടാവുക എന്നുള്ളത് നിശാ നമസ്കാരത്തിനനുകൂലം അത്. സൂര്യൻ പടിഞ്ഞാറസ്തമിക്കും മുമ്പായി തസ്ബീഹ് ചൊല്ലൂ, ഖിബില നോക്കും മുഖവുമായി. ഇശാ മഗ്രിബ് ഇടയിലെ ആരാധന, ശേഷം വരുത്തൂ പേശലിന്നു നിരോധന. മേലെ പറഞ്ഞതു മുഴുവനും ശീലിക്കുക, മേലില്ലതായുസ്സാകയും പതിവാക്കുക. ആശാഭിലാഷങ്ങൾ നിയന്ത്രിച്ചിടുക, ഈശന്നു മുമ്പിൽ ബുദ്ധിമാനായി മാറുക. ഒഴിവു സമയം ഉപയോഗപ്പെടുത്തൽ. പ്രത്യേകമായൊരു ജോലിയും ഇല്ലാതെ, പുലരുന്ന മർത്യ അവസരം കളയാതെ. പരലോകനാളിൽ വിളവെടുക്കാനായി, പാകേണമൊഴിവുകൾ ഇന്നു വിത്തുകളായി. നിസ്കാരവും പാരായണങ്ങളുമായി, നാഥനു സേവനം ചെയ്യണം പതിവായി. കണ്ടെത്തണം ആനന്ദമവകളിലെന്നും, ഉണ്ടായിടും തടിക്കും സുഖം മനസ്സിനും. ഒരു വേള നീയും നിസ്കരിച്ചു മടുത്താൽ, ഓതേണമർത്ഥം ഓർത്തു ഖുർആൻ ഭക്തിയാൽ. മുറിയാതെ ഓതിക്കൊണ്ടിരുന്നാലും ചില നേരങ്ങളിൽ മടി വന്നു വീശിയിടും വല. മറക്കേണ്ട നാവുകളാലെ ദിക്റുകൾ ചൊല്ലുവാൻ, മനസ്സും വിചാരിക്കേണമൊപ്പം കൂടുവാൻ. അതിലും സുഹൃത്തെ നീ തളർന്നു കിടക്കുകിൽ, മതി നിന്റെ ഹൃദയം മാത്രം അതു മന്ത്രിക്കുകിൽ. അതുതാൻ മുറാഖബ, പിറുപിറുക്കാൻ മനസ്സിനെ അഴിച്ചേ വിടല്ല, കെട്ടണം ആ മാടിനെ. നാവിൻ്റെ സംസാരം കണക്കെയാണ്, നഫ്സിൻ്റെ സംസാരങ്ങളും എന്നാണ്. അത് രണ്ടു കൊണ്ടും കഠിനമാകും ഹൃത്തടം, അതുകൊണ്ട് ശ്രദ്ധിച്ചിടണം നീ അപകടം. അൽ മുജാഹദ. ശ്വാസങ്ങളുടെ ക്രമീകരണം. പരമപ്രധാനമുപാസന ഏതെന്ന് ഒരുമിച്ചു തത്വജ്ഞാനികൾ പറയുന്ന. അല്ലാഹു എന്ന പദത്തിനാൽ നിൻ ശ്വാസം ഉള്ളിൽ കടത്തേണം, അതേ ഉച്ഛ്വാസം. പുറത്തേക്കു പോകണം അപ്രകാരം രണ്ടിലും, പതിവാക്കണം ഒറ്റയ്ക്കും ആൾക്കൂട്ടത്തിലും. ലാമിന് ശബ്ദ് കൊടുക്കണം, അലിഫിന് നീ മദ് ചെയ്തുരയണം അല്ലാഹ് എന്ന്. പൊക്കിൽ കൊടിയിൽ നിന്നുയർന്നതു വന്ന് മേക്കെട്ടു കയറി തലയിലെത്തിയിടുന്ന്.
ഓരോ ജലാലത്തിൻ്റെ പേരിനൊപ്പം ഓരോ സിഫാത്തും ഓർത്തു ചേർത്തോ അപ്പം. വേണം നിനക്കും റബ്ബിനും മധ്യത്തിലായി പ്രാണൻ കണക്കെ ഗുരുവരാൾ വഴി കാട്ടിയായി. അതുമല്ല എങ്കിൽ ആകണം തഹ്ലീലിനാൽ പതിവായി ശ്വാസനിയന്ത്രണം മൗനത്തിനാൽ. അതിനാണു പേർ ദിക്റുൽ ഖഫിയ് എന്ന്, അതുകൊണ്ടു ചുണ്ടുകൾ മൗനമാചരിക്കുന്നു. ആത്മാവിനെ തുടക്കത്തിലെ നിയന്ത്രിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കാതിരുന്നാൽ നേടുവാൻ സാധിക്കയില്ലൊരു കാലവും വലിയൻ്റെ സൗധത്തിലൊരു മണി പോലും അക്കടുകിൻ്റെ. അപ്പോലെയുന്നത ജ്ഞാനമാം ചൈതന്യം ഇപ്പാത പുക്കാതുള്ളയാൾക്കും അന്യം. മനസ്സിൻ്റെ മാലിന്യങ്ങളെ വെടിപ്പാക്കി മിനുക്കിത്തെളിച്ചു പ്രകാശമാൽ മൊഞ്ചാക്കി മാറ്റുന്നതാണത്രേ ജിഹാദുൻ നഫ്സ്, മാറ്റോടെയൊളി വീശും മഹാജ്യോതിസ്. ശാഖോപശാഖകളുള്ള പണ്ഡിതരെക്കാൾ മുഖ്യം ഒരാരിഫിനെന്നതാ മൊഴിമുത്തുകൾ. അറിയുന്നവർ ഇവരാണു റബ്ബിന് കൃത്യമായി, അറിവുള്ള ആലിമു നിൽക്കും ഇവരുടെ പിന്നിലായി. ഒരു ആരിഫിൽ നിന്നുള്ള ഒരു നിസ്കാരം അതിനോടടുക്കിൽ ആലിമിൻ്റെ 1000. അൽ മുഷാഹദ. ഓതുന്നിമാമു സുഹ്റവർദി വന്ന് ഉത്തുംഗമാം ലക്ഷ്യം മുഷാഹദയെന്ന്. പതിവാക്കണം പാരായണം ഖുർആനും പരിശുദ്ധ വചനത്തിൻ്റെ ദിക്റോദാനും. വചനാമൃതം അതുലാ ഇലാഹ ഇല്ലല്ലാ, ത്യജിക്കേണമൊക്കെ ഇലാഹിനായി സുബ്ഹാനല്ലാ. വേണം മനസ്സിന് മൊഴിയുമായി സംയോഗം, വരണം ഖുർആൻ ദിക്റും ഒരേ ഉദ്യോഗം. അത് രണ്ടു കൊണ്ടും അടിമ ഹക്കാം റബ്ബിനെ അറിയും പുറത്തേക്കെറിയുമന്നു ജനത്തിനെ. മനസ്സിൻ്റെ പിറുപിറുപ്പങ്ങു പമ്പ കടക്കും, നിലവില്ലാഹിൻ ശോഭ വന്നു പരക്കും. വെളിച്ചം മനസ്സിൽ കുടിയിരുന്നാൽ പിന്നെ വെളിയിൽ വരും തടിലെങ്കിടും സ്വയം തന്നെ. പിന്നീടു ദേഹം ചെയ്യും അമലുകളെല്ലാം മിന്നിത്തിളങ്ങും തെളിയും അവയവമെല്ലാം. നീങ്ങുന്നു ദുഷ്കർമ്മങ്ങളൊക്കെയും അങ്ങിനെ താങ്ങുന്നു ദൈവത്തിൻ്റെ കൈകൾ മെയ്യിനെ. ഒടുവിൽ മനസ്സിൻ മർമ്മരങ്ങൾ മൊത്തവും ഉടയോൻ്റെ അവദാനങ്ങളാകും നിത്യവും. അതിനെ വിളിക്കുന്നു മുഷാഹദയെന്ന്, അതു നേടിയാൽ കർമ്മം ഫലിച്ചിടുന്നു. എന്താണു മഅരിഫ എന്നതാണിതു മൊത്തവും, അന്ത്യം വരെ ഉരുവിട്ടു വന്നീ പദ്യവും. അഭിവന്യരാമൻ ശൈഖുമാരിൽ നിന്നും ലഭിച്ചുള്ള മൊഴിമുത്താണിതെന്നും മിന്നും. അൽഹംദുലില്ലാ, സ്തുതികളെല്ലാം നാഥന്, അല്ലല്ലകറ്റി കരുണ ചെയ്യും റബ്ബിന്. സുമ്മസ്വലാത്തു അലൻ നബിയ്യി മുഹമ്മദി, ഉമ്മത്തിനാശ്വാസം തരുന്നൊരു വാരിധി. ലാ ഹൗല കോനെ കെൽപ്പൊരാൾക്കും ഇല്ല, ലബ്ധിക്കും അപലബ്ധിക്കുമില്ലാ ബില്ലാ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ മമ്മൂട്ടിക്കട്ടയാട്. എൻ്റെ ഏറ്റവും പുതിയ പുസ്തകത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാനിവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒന്നാമൻ്റെ പ്രസിദ്ധമായ അദ്കിയയുടെ മലയാള പാട്ടാണ്. പുസ്തകത്തിൻ്റെ വിവർത്തനവും ചെറിയ തോതിലുള്ള വിവരണവും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 2025 തുടക്കത്തിലുള്ള റമളാൻ മാസത്തിലാണ് ഇതിൻ്റെ പാട്ട് ഞാൻ പൂർത്തീകരിച്ചത്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു രീതിയാണ് റജ്സിൻ്റെ രീതി, അഥവാ തഴവ മൗലവി മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ ധാരാളമായി നൽകിയ, സാധാരണക്കാർ നെഞ്ചിലേറ്റി നടന്ന ഒരു സാരോപദേശ ഗീതമാണ് മവാഹിബുൽ ജലിയ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ പാട്ട് സമാഹാരം. ആ രീതിയിൽ കുറച്ച് പാട്ടുകൾ എഴുതാൻ എനിക്ക് വളരെ മുമ്പേ ആഗ്രഹമുണ്ടായിരുന്നു. പല ശ്രമങ്ങളും എനിക്ക് പരാജയപ്പെട്ടു. പക്ഷേ അൽഹംദുലില്ലാ, അദ്കിയയുടെ പരിഭാഷ ഒരു പാട്ടാക്കാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്കെന്തോ ഞാനറിയാതെ തന്നെ അള്ളാഹു അത് എളുപ്പമാക്കി തന്നു. അതിൻ്റെ
പാട്ടുരൂപം പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. പൂർണ്ണമായ പുസ്തകം ഉടനെ പ്രസിദ്ധീകരിക്കും. അദ്കിയ എന്ന ഈ തസവുഫിൻ്റെ ഗ്രന്ഥം ലോകപ്രശസ്തമാണ്. ഒരു യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസി അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഈ കാവ്യത്തിൽ ചുരുക്കമായി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സൂഫി മാർഗം, യഥാർത്ഥ സൂഫി മാർഗം അതെങ്ങനെയായിരിക്കണം, മതത്തിലെ യഥാർത്ഥ പണ്ഡിതന്മാർ, യഥാർത്ഥ മുത്തഅല്ലിമുകൾ, വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കണം, അവരിലെ കള്ളനാണയങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ വിശദമായി മനോഹരമായും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആത്മീയമായി ഔന്നത്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാരോപദേശ ഗീതമാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഏകദേശം 500 വർഷം മുമ്പ് രചിച്ച ഈ മനോഹര കാവ്യം. പ്രിയപ്പെട്ടവരെ, ക്ലാസിക്കൽ അറബി കവിതകൾ മലയാളത്തിലാക്കുക എന്നത് ഒരു ജീവിതവ്രതമായി ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ. ഇനിയും ഒരുപാട് വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ട്. ഒരുപാട് തടസ്സങ്ങളുണ്ട് ഈ ഓരോ പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിലും അത് വെളിച്ചം കാണുന്നതിലും. ഇങ്ങനെ ഉള്ള ഗ്രന്ഥങ്ങൾ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് എനിക്കും വലിയ ഒരു അനുഗ്രഹമായിരിക്കും. അങ്ങനെയാകുമ്പോൾ കോസ്റ്റ് പ്രൈസിൽ അത് ജനങ്ങൾക്ക് വിതരണം ചെയ്യാനും എനിക്ക് സാധിക്കും. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിലോ എൻ്റെ വാട്സപ്പ് നമ്പറിലോ എൻ്റെ മെയിലിലോ ആ വിവരം അറിയിക്കുകയും സഹകരിക്കുകയും വേണം. ഇത് പല ഗ്രന്ഥരചനകളും വലിയ സമയവും അധ്വാനവും ആവശ്യമാണ്. അപ്പം മറ്റെല്ലാ ജോലികളും ഒഴിച്ചു നിർത്തി ഇതിനു വേണ്ടി മെനക്കെടണം. പിന്നെ ഇത് വെളിച്ചം കാണാനും ലോകരെ അറിയിക്കാനും പിന്നെയും അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പലപ്പോഴും എനിക്ക് സാധിക്കാറില്ല. പല പ്രസാധകരെയും ഏൽപ്പിക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് എനിക്ക് ഇത് ഡയറക്റ്റായി വായനക്കാരിലെത്തിക്കാൻ ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ പുസ്തകങ്ങൾ ഏതെങ്കിലും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഉദ്ദേശമുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. നിങ്ങൾ സഹകരിക്കണം. വിശദമായി എൻ്റെ പുസ്തകങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ എൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിൽ നോക്കിയാലും ഏകദേശ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. വലിയ കുറേ പദ്ധതികളുണ്ട്. നിങ്ങൾ സഹകരിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹു അത് എളുപ്പമാക്കി തരട്ടെ. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സമയമാണ്. അത് മനോഹരമായി ഉപയോഗപ്പെടുത്തിയാലേ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിജ്ഞാനത്തിലും സമയത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എളിയ സൃഷ്ടി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. നിങ്ങൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.